ആരേലും മിസ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് പൈസ കൊടുക്കും, ഭക്ഷണം മേടിച്ച് കഴിക്കും. അപ്പോൾ വീണ്ടും ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്സ് വർക്കല്ല സെക്സ് വർക്കിലേക്ക് തിരിയുന്നത്. സെക്സ് വർക്ക് ഇപ്പം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൊതുനിരത്തിൽ പോയി നിന്നിട്ട് നമുക്ക് സെക്സ് വർക്ക് ചെയ്യാനൊന്നും നിയമം നമ്മളെ അനുവദിക്കുന്നില്ല. പക്ഷേ നമ്മളെ ഇപ്പോൾ പോലീസാണെങ്കിലും പല കാര്യങ്ങളിലും കണ്ണടയ്ക്കുന്ന ആയിരിക്കാം. അപ്പോൾ വീട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവരിങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഒരച്ഛനും അമ്മയും സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് തോന്നിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കുള്ള ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. കാമ്പയിൻസ് ഒന്നും നടക്കുന്നൊന്നുമില്ല. അങ്ങനത്തെ കാമ്പയിൻസ് ഒന്നും കാര്യങ്ങളും നടക്കുന്നൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്ത് കാര്യങ്ങളായിരിക്കും? ഓരോ ജില്ല ബേസ്ഡ് ആണ്. ജില്ല ബേസിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവുമല്ലോ. ഈ പറഞ്ഞ കൂട്ട് ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയരാകുന്ന പാത്രമാകുന്ന ആളുകളും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ വിഷൻസ് എന്തൊക്കെയാണ് ശരിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പം കോഴിക്കോട് ജില്ലയിലാണുള്ളത്. കോഴിക്കോട് ജില്ലയിൽ 2 CBO ഉണ്ട്. അതപ്പോൾ അതിൽ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും തൊഴിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കലാപരമായിട്ടുള്ള കഴിവുകളെ ഗവൺമെൻറ്റിൻ്റെ ഓരോ പരിപാടികളിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്ത് ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മളിലെ പിന്നെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരും കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർ സ്കൂളുകളിലൊക്കെ പോയിട്ട് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത്. ഇപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു ജേണി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ജീവിതം വെച്ച് നോക്കുമ്പോൾ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എടുത്തിരുന്ന ഡിസിഷൻസ് എല്ലാം ഓക്കെ ആയിരുന്നു, ഞാൻ എടുക്കേണ്ട സമയങ്ങളിൽ കറക്റ്റ് ഡിസിഷൻസ് എടുത്താണ് വന്നതെന്നാണോ ഫീൽ ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനൊരു ഈ ലെവലിൽ ഇരിക്കുന്നതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ചില എടുത്തുചാട്ടങ്ങൾ ചിലത് മണ്ടത്തരത്തിലേക്ക് ചാടിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നും. ചില സമയത്ത് അത് വേണമെന്നും തോന്നിയിട്ടുണ്ട്. എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാണ്, ഒന്ന് ആലോചിക്കാണ്ട് പല കാര്യങ്ങളും എടുത്താടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ജേർണി ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഒരു സ്ത്രീ സപ്പോസ് പറയുകയാണെങ്കിൽ ഈ ലൈഫ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്തിരി ഭാഗ്യം ചെയ്ത ആൾക്കാരെന്ന് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ്. കാരണം എൻ്റെ കാര്യം പറയാമല്ലോ, ഫ്രീ ബേഡ്സ് ആയിട്ട് നടക്കാം, ആഗ്രഹിച്ച പ്രകാരം നടക്കാം. ഇത്ര നമ്മൾ ആഗ്രഹിച്ച പ്രകാരമല്ല ഇവിടെ ഈ ഒരു ലെവലിൽ എത്തിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് ആഗ്രഹിച്ച പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിപ്പോൾ സാധാരണ ആളുകൾക്കും അങ്ങനത്തെ സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് മോള് നാളെ പിന്നെ തായ്ലൻഡ് വരാൻ പറഞ്ഞാൽ പോവോ? അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോകും. അന്നേരം പിന്നെ ആരോടൊക്കെ ചോദിക്കണം? വീട്ടുകാരോട് ചോദിക്കണം, പാർട്ട്ണറോട് ചോദിക്കണം അല്ലേ? അപ്പം അതൊക്കെ ഒരു ഘടകമല്ലേ? അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. നമുക്ക് ചോദിച്ചാൽ നമ്മുടെ ഇഷ്ടമാണല്ലോ. നിങ്ങൾ അത് ആക്ച്വലി എൻജോയ് ചെയ്യാൻ പഠിച്ചതാണോ? ലൈക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബോണസാണ് അല്ലേ? പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം അല്ലേ? ഇന്ന് ഇവിടുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന നാളെ ഞാനുണ്ടോയെന്നൊന്നും അറിയില്ല. മനുഷ്യൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എത്ര നമ്മളൊരു മിനിറ്റ് പോലും നമ്മൾ വേസ്റ്റ് ആക്കാൻ നമ്മുടെ ലൈഫിലില്ല. എൻജോയ് ചെയ്യാനാണ്. ഞാനിപ്പോൾ ഒരു നല്ലൊരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഞാനത് കഴിച്ചിരിക്കും മസ്റ്റായിട്ട്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ നാളത്തേക്കെന്ന് പറഞ്ഞ് വെക്കരുത്. കാരണം നാളെ നമ്മൾ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു എൻജോയ്മെൻ്റാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ പോകുന്നത്. ഇന്ന് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ വിഷമങ്ങളോ ടെൻഷനോ ഒന്നുമില്ലാണ്ട് കിടക്കണം. അതങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ട് പോകുന്നത്. അല്ല, ഒരു പക്ഷേ ഇപ്പം ഈ സമൂഹം നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വീടുകളിൽ നിന്ന് തഴയപ്പെട്ട എഴുതി തള്ളിയ ആളുകളാണല്ലോ. അപ്പം ആ ഒരു വിഷമം നിങ്ങൾ സന്തോഷമാക്കി മാറ്റുന്നതാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ തഴയപ്പെട്ടാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവരിങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഒരച്ഛനും അമ്മയും സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടത്തെ കാലത്ത് കുറച്ച് നാൾ മുമ്പുള്ള അങ്ങനെ സഹിക്കില്ല.
അപ്പം എന്തായാലും അവരവരുടെ ഭാഗത്തു നിന്ന് ഇതിനേക്കുള്ള തിരുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. അപ്പം ഇതൊന്നും നമ്മൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ വീട് വിട്ടിറങ്ങുന്നത് അല്ലേ? അപ്പം വീട്ടിൽ നിന്നുള്ള പ്രഷറായി, സമൂഹത്തിൽ നിന്നുള്ള പ്രഷറായി, അതുകൊണ്ടാണ് നമ്മൾ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. ഇപ്പോൾ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അന്നിറങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പോഴും എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ ഒരു 95% ആൾക്കാരും ഫാമിലിയായിട്ടൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ഇതാന്ന് റിലീവ് ചെയ്യുന്ന സമയത്ത് പകുതി ആൾക്കാരും ചേർത്ത് പിടിക്കാറുണ്ട്, ഫാമിലീസൊക്കെ ചേർത്ത് പിടിക്കാറുണ്ട്. വളരെ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള ആൾക്കാരാണ് അതിനെതിരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വരുന്നത്. പിന്നെ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നു. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഒരു കുട്ടി സ്വന്തം ഐഡൻറ്റിറ്റി വീട്ടിൽ തുറന്നു പറഞ്ഞ സമയത്ത് അവരെ അടിക്കുക, ബഹളം വെക്കുക, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി ഇടുക. അവർക്കൊരു ആഹാരം കഴിക്കാനോ റൂം എടുക്കാനോ വീട് ഒരു റെൻ്റ് എടുക്കാനോ ഒരു സാമ്പത്തികമില്ല. അപ്പോൾ ചിലപ്പോൾ വിശപ്പ് കൊണ്ടായിരിക്കാം, വിശന്നിട്ടായിരിക്കാം, ആരേലും മിസ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് പൈസ കൊടുക്കും, ഭക്ഷണം മേടിച്ച് കഴിക്കും. അപ്പോൾ വീണ്ടും ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്സ് വർക്കിലേക്ക് തിരിയുന്നത്. പക്ഷേ ആ കുട്ടി അവരുടെ ഐഡൻറ്റിറ്റി റിലീവ് ചെയ്ത സമയത്ത് അതിനെ വീട്ടിൽ നിർത്തി സമാധാനമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുറച്ച് അത് മനസ്സിലാക്കി വരുന്നില്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ സെക്സ് വർക്കിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറയൂലേ? അപ്പം അതിലൊരു മാറ്റം വരുത്തണമെന്നാണ്. പക്ഷെ ഇപ്പം വളരെ കുറവാണ് അങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാരെന്ന് വളരെ കുറവാണ്. വീട്ടിൽ തന്നെ ഇപ്പം എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇപ്പം ഈ സെക്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പം ഇത് രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടും ഒക്കെ ആണല്ലോ റോഡിൽ നിൽക്കുന്നത്. അപ്പം ഈ സേഫ്റ്റി സെക്യൂരിറ്റി നിങ്ങളുടെ ആ ഒരു കാര്യത്തിലൊക്കെ ആ ഒരു കൺസേൺസ് അത് പാലിക്കപ്പെടുന്നുണ്ടോ? പലരും ഇതിൻ്റെ ഇടയ്ക്കും ഒരുപാട് പ്രശ്നങ്ങളിൽ പെടുന്നില്ലേ? സെക്സ് വർക്ക് എന്ന് പറയുന്ന ഒരു തൊഴിലല്ല. പക്ഷേ സെക്സ് വർക്ക് ഇപ്പം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൊതുനിരത്തിൽ പോയി നിന്നിട്ട് നമുക്ക് സെക്സ് വർക്ക് ചെയ്യാനൊന്നും നിയമം നമ്മളെ അനുവദിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ പോലീസാണെങ്കിലും പല കാര്യങ്ങളിലും കണ്ണടയ്ക്കുന്ന ആയിരിക്കാം. അപ്പം ഇപ്പം നിയമം അവർക്കും പ്രശ്നമാണ്. അപ്പം പല നിയമപാലകരും അത് കണ്ണടയ്ക്കുന്നതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ റോഡിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ സെക്സ് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കഞ്ചാവിൻ്റെ, മയക്കുമരുന്നിൻ്റെ, വെള്ളത്തിൻ്റെ അടിമകളാണ് എല്ലാവരും. കുട്ടികൾ ഒരു 15 വയസ്സ് മുതൽ അങ്ങോട്ട് വന്നവർ എല്ലാവരും അതാണ്. ഇവർ രാത്രിയിൽ ഇവരുടെ മെൻ്റൽ ഡിസോർഡർ ആവുന്ന സമയത്ത് ഇവരിങ്ങനെ വണ്ടിയിലൊക്കെ കറങ്ങി ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ചൂഷണത്തിന് ചെല്ലും. അവരെ ഫിസിക്കൽ ഹറാസ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് ഇവർ പണത്തിന്, ചില മോഷ്ടാക്കളുണ്ടാവും, പണത്തിന് വേണ്ടിയിട്ട് ഇവരെ ശല്യം ചെയ്യുന്നവരുണ്ടാവാം. ഇവരുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റിനെ അടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ പൈസ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ അവരൊക്കെ നിൽക്കുന്നത്. ഞാൻ ഏതൊരു ബുക്ക് വായിച്ചപ്പോൾ ഒരു ബുക്കിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ലൈഫ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിനകത്ത് കുറേ സ്ട്രഗിൾസ് ഇതുപോലെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട വരുന്ന കുറേ സിറ്റുവേഷൻസ് അധികാരികളുടെ അടുത്ത് നിന്ന് തന്നെ പറഞ്ഞു വരുന്നത്. അപ്പോൾ എനിക്ക് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയോടെന്നല്ല, ആ ഒരു ഇതിൽ ജീവിക്കേണ്ടി വരുന്ന എല്ലാവരോടും ഒരു വേദനയായിരുന്നു. ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഇപ്പം എന്താണ് ശരിക്കും ഇപ്പം കറൻ്റ്ലി ഫീൽ ചെയ്യുന്നത്? ലൈക്ക് എന്നെ എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചേ എന്ന് എപ്പോഴെങ്കിലും തോന്നുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? എന്നെ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നമുക്ക് കളിയാക്കലുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ ആലോചിച്ചിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ ദൈവം സൃഷ്ടിച്ചത്, ഒന്നാണായിട്ട് സൃഷ്ടിക്കണമായിരുന്നു. അന്നത്തെ ആ ഒരു വിഷമത്തിൽ ചിന്തിക്കുമായിരുന്നു. പിന്നീട് നമുക്കിപ്പോൾ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പം അതിനോട് ഓക്കെ ആണല്ലേ? ഇപ്പം ഓക്കെയാണ്.